പക്ഷേ ഞാൻ ദൈവത്തിനായാലും എല്ലാ മതങ്ങളായാലും ഞാൻ ആരാധിക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാ മതങ്ങളും ഞാൻ എങ്ങനെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷെ ആരാധിക്കില്ല. എന്തിനാ മതങ്ങളെ ബഹുമാനിക്കുന്നത്? ബഹുമാനിക്കാന്ന് പറഞ്ഞാൽ കുറച്ചൊരു കൂട്ടം പേര് അതിനെ വലിയ രീതിയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾക്ക് ഓൾക്കുള്ള ഒരു ബഹുമാനം നമ്മൾ കൊടുക്കണ്ടേ? നിങ്ങൾ നാസിസത്തെ നിങ്ങൾ ബഹുമാനിക്കും? അങ്ങനെയൊന്നല്ല. അതും വിശ്വസിക്കുന്ന കുറെ ആളുകളില്ലേ? കമ്മ്യൂണിസത്തെ നിങ്ങൾ ബഹുമാനിക്കും? ബഹുമാനിക്കാതെ അങ്ങനെയുള്ള റെസ്പെക്ട് അല്ല. അവർക്ക് അവരുടെ മതോ എനിക്ക് എന്റെ മതം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ലക്കും ദിനക്കും വലിയ ദീൻ. ലക്കും ദിനക്കും വലിയ ദീൻ. പക്ഷെ അത് അബ്രോഗേറ്റഡ് അല്ലേ? അതെടുക്കൂലോ, ആ സാധനം നിലവിലില്ലല്ലോ. നിലവിലില്ല, അത് ശരിയായിരിക്കും. പക്ഷെ നമ്മള് കാരണം ഒരാൾ വിസ്മരിക്കരുത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ള ആളാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു. സുഖിനോ ഭവന്തു. എല്ലാവരും നല്ലപോലെ ജീവിക്കണം, എല്ലാവരും നല്ലൊരു ഹാപ്പി വൈബിൽ പോയാൽ മതി. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത്തരം നല്ല ചിന്തകൾ നിങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ മതത്തിൽ നിന്ന് സാധനങ്ങൾ പൊക്കുന്നത് നിങ്ങൾ നിർത്താം. അത് ഏത് മതമായാലും, ഹിന്ദു മതമായാലും ഇസ്ലാം മതമായാലും ഈ ലക്കും ദിനക്കും വലിയ ദീനൊന്നും എടുക്കരുത്. ഇപ്പൊ ലോക സമസ്ത സുഖിനോ ഭവന്തും എടുക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അതിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ലോക സമസ്ത സുഖിനോ ഭവന്തു ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്രാഹ്മണനെ സേവിക്കണം എന്നാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വെട്ടി മാറ്റിയിട്ട് ഈ സാധനത്തെ ഉപയോഗിക്കുമ്പോൾ അത് ശരിയല്ല. അത് നിങ്ങൾ എങ്ങനെയുണ്ടോ? ഇപ്പൊ വിസ്കി റം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കള്ളുണ്ട്? ആൽക്കഹോൾ എത്ര പെർസെന്റേജ് ഉണ്ട്? എത്ര ഉണ്ട്? പോട്ടെ, ഒരു 40% ഉണ്ടെന്ന് കൂട്ടാം. അപ്പൊ 40% ഉണ്ട്. അപ്പൊ ബാക്കി 60% വെള്ളമല്ലേ? അപ്പൊ നിങ്ങൾക്ക് ദാഹിക്കുമ്പോൾ 40% കള്ളുണ്ടെങ്കിലും 60% വെള്ളമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു ബോട്ടിൽ വിസ്കി എടുത്ത് നിങ്ങൾ കുടിക്കും. എന്തേ? അപ്പൊ അതിനകത്ത് വെള്ളമില്ലേ? നിങ്ങൾ ദാഹം പറഞ്ഞാൽ വെള്ളം പോരെ? അപ്പൊ നിങ്ങൾ അത് എടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞു അറിയാതെ ഈ സാധനത്തിന് തന്നെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ പറയും, ഒരു കോട്ടിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാം. ആ ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ് പറയാം. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മതത്തെ ചാരുക, മതകിതാബുകളെ ചാരുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഇനിയിപ്പോൾ ഡോക്കിൻസോ രവിചന്ദ്രനോ എന്നെ ആരും നിങ്ങൾ ചാരണ്ട. നിങ്ങളുടെ ബോധ്യം പറയാം, അത്രേ വേണ്ടൂ.